ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ചേട്ടനും ഡാഡിയും പോകുന്നു. അപ്പോൾ അതാണ് ഇങ്ങനെ നടക്കുന്നത്. രണ്ടുപേരും ഒന്നിച്ചിറങ്ങുന്നു. ചേട്ടനും ഡാഡിയും ഡാഡി ഇറങ്ങുന്നു. പോകുന്നില്ലേ? മുകളിലല്ല പോന്ന, താഴെ ദേ ഡാഡ ഇങ്ങോട്ടാണ് പോകുന്നത്. അവൻ മുകളിലേക്ക് പോകുന്നു. അതേ ചേട്ട പോകുന്നു. ചേട്ട പറ, ഡാഡി താഴെ നിൽപ്പുണ്ട് കേട്ടാ. പോയി മൂത്രം ഒഴിച്ചിട്ട് വാ. ഒരു ഉമ്മം കൊടുക്ക. മൊബൈൽ നോക്കണേ അച്ചു. പോയിട്ട് വാ ചേട്ടൻ്റെ ഇവിടെ പോയിട്ട് വാ. ഓടി വാ ടാറ്റാ. പോയിട്ട് വാ. അച്ഛൻ താഴെ നിൽപ്പുണ്ട്. ഡാഡ താഴെ നിൽപ്പുണ്ട്. ടാറ്റാ. ചേട്ടാ ഡാഡിയും ഉണ്ട്, ചേട്ടനും ഉണ്ട്. രണ്ടുപേരും ഒന്നിച്ചാ പോകുന്നത്. ആരാണിത് കൊണ്ടുവന്ന് അവിടെ ഇട്ടത്? ചേട്ടാ ആദ്യം ഇറങ്ങ്, അല്ലെങ്കിൽ പിന്നെ അവനെ പുറത്തേക്ക് ഇറങ്ങി നിൽക്ക്. അപ്പോൾ അവൻ ബൈക്ക് കൊണ്ടുവരും. ഇവിടെ വന്നേ. ചേട്ടൻ ബൈക്കും കൊണ്ട് പോട്ടെ. ഇവിടെ വാ പോലെ കാലു. എതിക്ക് ആകെ മമ്മി കച്ചയായി. അടച്ചക്ക്. ടാറ്റാ. ഡാഡക്ക് ടാറ്റ. സൂക്ഷിച്ച് കയറും കേട്ടോ. പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഡാഡി സിഗരറ്റ് മേടിക്കാൻ പോകുന്നു. ശരി, സൂക്ഷിച്ചിരുത്ത് ഡാഡിയെ. നീ അവിടെ ചുറ്റിക്കറങ്ങണമായിരുന്നു. നിനക്ക് എന്താ തിരക്ക്? 5 മണിക്ക് എണീറ്റ് 5:30 എണീറ്റതാണ് ഫ്രണ്ട്സ്. ഇത്രയും നേരം ഇരുന്നിട്ടില്ല കേട്ടോ. പൂട്ട്, കടലക്കറി, ചോറ്, പൊട്ടോൾ ഭാജ, ഭിണ്ടി ഭാജ, അതൊക്കെ വെണ്ടക്ക മെഴുക്ക് വരട്ടി, സാമ്പാർ, തൈര്, എന്തൊക്കെ ഉണ്ടാക്കി. രാവിലെ മോന് ടിഫിൻ കൊടുക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഇനിയിപ്പോൾ ചേച്ചിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിടണം, ഡാഡിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയും നേരം ഇരുന്നിട്ടില്ല കേട്ടോ. ഭയങ്കര ചൂട്. ഓടി പണിയെടുക്കുന്ന. ഇവന് ഇന്ന് തൈരും കൂട്ടി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. രണ്ടുപേരും കൂടെ വന്നുകൊണ്ട് ഞാനിങ്ങോട്ട് വന്നതാണ് താഴെ. കാരണം ഇവൻ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോയാലോ എന്ന് വിചാരിച്ച് പോയി. ഡാഡിയും ചേട്ടനും പോയി. ബാ ആയിമ്മ പൊന്നിലിരുന്നാണ്. അച്ഛൻ പോയി. ഇനി വരും. 4 മണിക്ക് വരും. ചേട്ടൻ രാത്രി വരും. വാ പോയി. മോനെ കൊണ്ടുപോയില്ലേ ബൈക്കിൽ? മോനെ കൊണ്ടുപോകല്ല. നമുക്കതേ പൂജ വരുമ്പോൾ കാറിൽ കൊണ്ടാണ്. കാറ് മമ്മ സർവീസിന് നാളെ കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ കിട്ടും. ബാ നാളെ സർവീസിന് ആൾക്കാർ കൊണ്ടുപോകുമല്ലോ. വായോ ഗുഡ് ബോയ്. കയറിക്കോ. ഒക്കെ പോവട്ടെ. അത് പറഞ്ഞപ്പോൾ കയറി പോവട്ടെ. വച്ചോ. അമ്മയുടെ പൊന്ന്. ശരി, മമ്മി വരണുണ്ട്. ശരി, മോളി കയറിക്കോ. കയറിക്കോ. ഗുഡ് ബോയ് ആണ് ഫ്രണ്ട്സ്. എൻ്റെ മോൻ പൊക്കോ പൊന്നാ. മോളിലെ ബുള്ളറ്റിനെ കാണാൻ പോണം. അതാണ് ഈ ഓടുന്നത് കേട്ടോ. ദേ വരുന്നത്. ഇല്ലേ അവള്? തീർന്നോ? മോള് കയറി വന്നിട്ട് തീർന്നോ? ഇത് കണ്ടോ ഫ്രണ്ട്സ്? ഇതിനാണ് ഈ വരണം. എത്തി നോക്കാൻ അവളെ. ബുള്ളറ്റെന്ന് വെച്ചാൽ ജീവനാട്ടോ. അതെ, അവളെ കാണാൻ ഡാഡിയൊക്കെ വിട്ടിട്ട് മുകളിലേക്ക് കയറിയതാണ്. വയോ. ഇത് കണ്ടോ എൻ്റെ പറ ഇങ്ങനെ വന്നിരിക്കുന്ന കേട്ടോ ഫ്രണ്ട്സ്. അതിപ്പോൾ മോളിൽ പോയി ബുള്ളറ്റിനെ കാണാനില്ല. അവന് അവിടെ ഒന്ന് ചെന്ന് എത്തി നോക്കിയില്ലെങ്കിൽ അവന് ഉറക്കം വരില്ല കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഒരു പൂച്ച, നല്ല വെളുത്ത നമ്മുടെ എന്തോ പറയുന്നത്, നല്ലൊരു കാർട്ടൂണൊക്കെ ഉള്ളത് പൂച്ചയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ചില വീടുകളിലൊക്കെ നല്ല രസം. പക്ഷെ അവരൊക്കെ ഈ കൊട്ട വെച്ചും കൂട്ടിയൊക്കെ വളർത്തുന്നത് കേട്ടോ. നമ്മൾ 33 കൊല്ലമോ ഇവിടെ വന്നിട്ട് ഒരാളെടുത്ത് വഴക്കോ. വെള്ളം കുടിക്കണം. ഈ ക്രീം കാലയിൽ തേച്ച് തരണോ? അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഇവിടെ മുകളിൽ ബുള്ളറ്റിനെ കണ്ടോ കെട്ടിയിട്ടിരിക്കുന്ന കേട്ടോ. ചെറിയ ബെൽറ്റ് കൊണ്ട് കെട്ടി.
കാരണം ഇത് പൂച്ചകളല്ലേ, അവർ ഈ ജനലിൽ കൂടെയൊക്കെ ഇപ്പം നമ്മൾ എത്ര അഴിച്ചിട്ടിരുന്നാലും വാതിലടച്ചാലും അവർ ഗ്രില്ലിൽ കൂടെയൊക്കെ പോയി നമ്മുടെ ഈ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെയോ ജനലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയി അപ്പിയിട്ടാൽ പ്രശ്നം വരും കേട്ടോ. നമ്മൾ ഇത്രയും നാൾ ഒരുപാട് വർഷം 33-34 കൊല്ലമായിട്ട് ഇവിടെ നിന്ന് ഒരു വഴക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ ഇവനുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇവൻ്റെ അച്ഛൻ ഇവനെ 5 മണിക്ക് കൊണ്ടുപോകും റോട്ടിലൊക്കെ കേട്ടോ, അങ്ങ് ദൂരെ കൊണ്ടുപോയിട്ട് അപ്പി ഇടിപ്പിച്ചുകൊണ്ട് വരും. ഒരു പക്ഷേ പുറത്ത് ഇവൻ ഞങ്ങളുടെ സൈഡിലുള്ള റോഡുകളിൽ അപ്പിടാറില്ല കേട്ടോ, ഈ വീടിൻ്റെയൊക്കെ നടയിൽ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ മാർവാടികളും ഗുജറാത്തികളൊക്കെ ഒരുപാട് താമസിക്കുന്ന പ്രശ്നം ഉണ്ടാക്കും. നമ്മളിവിടെ അറിയാമെന്നുള്ള ലോക്കൽ ബംഗാളികളാണെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ അറിയാം, പക്ഷെ അവർക്കൊന്നും അത് ഇഷ്ടമല്ല. ഇവിടെ മീനും ഇറച്ചിയൊന്നും കൂട്ടാത്ത ആൾക്കാരാണ് കൂടുതലും മാർവാടീസൊക്കെ. അപ്പോൾ ഇവൻ ടെറസിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടിരിക്കുക, ടെറസിൻ്റെ മുകളിൽ അപ്പിയിട്ടിട്ട് അവിടുന്ന് ഞങ്ങൾ അടിച്ചു വാരി, ഉണങ്ങുമ്പോൾ അടിച്ചു വാരും. മഴ വരികയാണെങ്കിൽ അത് അങ്ങോട്ട് ഒഴുകിപ്പോവും. താഴേക്ക് അപ്പിയിടുന്നെങ്കിൽ അവൻ്റെ ഡാഡി വാരി പിന്നെ ഡ്രെയിനേജിലാണ് കളയുന്നത് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ പുറത്തൊരു ബാസ്ക്കറ്റ് ഉണ്ട്, ആ ബാസ്ക്കറ്റിൽ വെച്ചിട്ട് ഞങ്ങൾ വേസ്റ്റുകാരന് പൈസ കൊടുത്തിട്ട് വണ്ടി വരുമ്പോൾ വേസ്റ്റ് വണ്ടി ഇടുമ്പോൾ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാശ് കൊടുക്കും കേട്ടോ. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവിടത്തുള്ളവരായിട്ടൊന്നും ഒരു വഴക്കില്ല. കാരണം ഇവിടത്തുള്ള എല്ലാ വീടുകളിലും പെറ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവർ ഇതുപോലെ ദൂരങ്ങളിൽ ഏതെങ്കിലും മൈതാനത്തൊക്കെ കൊണ്ടുപോയി അപ്പിടിപ്പിക്കും. ഇവിടെ കൂടുതലും ആൾക്കാർ വീട്ടിൽ വളർത്തുന്ന പെറ്റാണെങ്കിൽ ഇവിടെ കൂടുതൽ പേരുടെ വീട്ടിലും ഇത് തന്നെ പെറ്റിനെ വളർത്തും. പക്ഷെ അവരെല്ലാം വീട്ടിൻ്റെ അകത്തുനിന്ന് വാരി ഡ്രെയിനേജിലേക്ക് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേസ്റ്റുകാരന് പൈസ കൊടുത്തിട്ട് വേസ്റ്റ് വണ്ടിയിൽ ഇടുകയാണ് ചെയ്യുന്നത്. കോർപ്പറേഷൻകാർക്ക് നമ്മൾ പ്രത്യേകിച്ച് പൈസ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇടും, അല്ലെങ്കിൽ അവർ കൊണ്ടുപോകത്തില്ല. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഈ പൂച്ചയെ മേടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും മോള് നല്ല ഒരെണ്ണത്തിന് മേടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എന്തോ അവൾ പറഞ്ഞ എന്താണെന്നറിയാമോ, ഇപ്പോൾ ഇവനെ തന്നെ മമ്മി ഇപ്പോൾ നാട്ടിൽ പോയില്ല, നാട്ടിൽ പോകുമ്പോൾ ഇവനെ തന്നെ നമ്മൾ നോക്കാൻ ഡാഡി അവധി എടുത്തിരിക്കണം 1 മാസം. ഒന്നീ ഞാൻ വേണം, ഇല്ലെങ്കിൽ ഡാഡി വേണം. ഡാഡി ഉണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഇവൻ ഇച്ചിരി ഒരു വിസമ്മത കാണിക്കും. ഞാനില്ലെങ്കിൽ 2-3 ദിവസം ഭക്ഷണം കഴിപ്പ് ഇത്തിരി കുറവാണ് കേട്ടോ. ഈ വർഷം ഞാൻ നാട്ടിൽ പോയുമില്ല അതുകൊണ്ട്. പിന്നെ ഇനി പോയി കഴിഞ്ഞാൽ 5 ദിവസത്തിൽ നമുക്കൊന്നും നാട്ടിലത്തെ വീടിൻ്റെ പണികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കുറേ കാര്യങ്ങളില്ലേ നാട്ടിൽ പോകുമ്പോൾ, ഒന്നും ചെയ്യാൻ പറ്റില്ല 5 ദിവസം കൊണ്ട്. എങ്ങനെയെങ്കിലും 15-20 നിൽക്കണം. അപ്പോഴും അങ്ങനെയാണ് കാര്യം. അപ്പോൾ നമ്മൾ പൂച്ചയും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ അവളെ ഇവിടെ കെട്ടിയിടണം. കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവളുടെ അപ്പി, ഇല്ലെങ്കിൽ ഇവിടെയുള്ളവർ പൂച്ചയെ വളർത്തുമ്പോൾ ബാത്റൂമിൽ അതിനെ അപ്പിടിപ്പിക്കാൻ ശീലിക്കും. ഇവിടെ കൂടുതലും വീടുകൾ അങ്ങനെയാണ് കേട്ടോ. ബുള്ളറ്റിനെയൊക്കെ അങ്ങനെയാണ്. വേറെ ഞങ്ങൾക്കറിയാമെന്നുള്ള ഒരു 3-4 വീട്ടിൽ 4-5 പൂച്ചകളെ അവർ മേടിച്ചിട്ട് അവർ ഇതുപോലെ കെട്ടിയും ബാസ്ക്കറ്റിലൊക്കെ ഇട്ടിട്ട് അവർ മൂത്രം ഒഴിക്കാൻ അപ്പിയിടാനുള്ളത് ബാത്റൂമിൽ പോകുന്നിട്ട് അവർ ബാത്റൂമിൽ എപ്പോഴും ഡെറ്റോൾ വെച്ച് കഴുകും. അങ്ങനെയാണേ. അപ്പോൾ അതങ്ങനെ മേടിച്ച് കഴിയുമ്പോൾ എൻ്റെ ഡാഡിയും വയസ്സായൊക്കെ വരുന്നതല്ലേ, അപ്പോൾ ഭയങ്കര ഇതായിരിക്കും. അതിനെയും നോക്കണം, ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അതിനെയും നോക്കണം. ഞാനുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അവന് പൂച്ചയും നോക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ മേടിക്കാത്തത്. കാരണം ഒന്നിനെ മേടിച്ചു കഴിഞ്ഞാൽ ഇവനെ നോക്കുന്ന പോലെ കാര്യമായിട്ട് അതിനെ നോക്കണം. അല്ലാതെ നമ്മൾ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു അതിനൊന്നും അല്ല കേട്ടോ. പക്ഷെ അവരെ നോക്കണം. അവരെ അപ്പിടിപ്പിക്കാനുള്ളതൊക്കെ ബാത്റൂമിൽ കൊണ്ടുവന്ന് ശീലിപ്പിക്കണം. പിന്നെ കാരണം നമ്മളിങ്ങനത്തെ നമുക്ക് ഭൂമിയൊന്നും ഇവിടെ ഇല്ലാത്തതല്ലേ, അവരവിടെ പോയി അപ്പിടാനൊക്കെ. ഭൂമിയൊക്കെ ഉള്ള വീടൊന്നും ഇവിടെ അധികം ചുരുക്കം കുറവാണ് കേട്ടോ. എല്ലാ ഫ്ലാറ്റുകളും ഒക്കെയാണ്. അപ്പോൾ അതങ്ങനെ ഇപ്പം തന്നെ അപ്പുറത്ത് കണ്ടില്ലേ, ഏതെങ്കിലും ഒരു പൂച്ചയായിട്ടോ ചാടി വന്നാൽ അവരപ്പം തന്നെ അടിക്കും കേട്ടോ. അവർ കല്ലെടുത്ത് എറിയൊക്കെ കാരണം പുറത്തുനിന്നുള്ള പൂച്ചകൾ അവിടെ അപ്പിയിടുന്നൊക്കെ വിചാരിച്ച് അപ്പുറത്തൊരു ചിരിയേ ഇതുള്ളൂ. പുറത്തുള്ള സ്ട്രീറ്റ് പപ്പീസായിട്ട് ഓടി മതിൽ ചാടി വന്നു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഒരു കല്ലെറിയും. കാരണം എന്തെന്നാണ് അവരുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ വന്ന് അപ്പിയിടുന്നു വിചാരിച്ചു. അപ്പം ഞാൻ ഭക്ഷണം കൊടുക്കുന്ന പപ്പിയൊക്കെ അപ്പുറത്ത് പോകാറുണ്ട്. അപ്പോൾ അവർ ഓടിച്ചു വിടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ പൂച്ചയെ നോക്കാത്തത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം ഒരു നേരം വെറുതെ ഇരുന്നിട്ടില്ല കേട്ടോ. നമുക്ക് നല്ല പണിയാണ്. കാരണം കണ്ടില്ലേ, ഇപ്പോൾ ഡാഡി മോനും ഒരുമിച്ചിറങ്ങി, ഇനി മോളിറങ്ങും, പിന്നെ ഇവൻ്റെ ഫുഡ്, ഇങ്ങനെയൊക്കെ നമ്മൾ ടിഫിനുള്ളതും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് അമ്മമാർക്ക് ഒരു നേരം ഒന്ന് അങ്ങോട്ട് സത്യമായിട്ടും പറഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിൽ ഇന്നലെ തേങ്ങ തിരുവി വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ചേ തിരുവി വെച്ചോളൂ.
ഇന്ന് എനിക്ക് അത് പൂട്ടുണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതൽ വേണം കേട്ടോ. പക്ഷേ തേങ്ങ തിരുവാൻ എനിക്ക് സമയമില്ല. ഞാൻ പകുതി തേങ്ങ തിരുവിയിട്ട് അവിടെ വച്ചു. കാരണം അതിന് പോലും അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് പോലും ടൈം നമുക്ക് വേസ്റ്റാക്കാനില്ല രാവിലെ. അതാണ് കാര്യം കേട്ടോ. ഇനിയിപ്പോൾ ഇവൻ്റെ ഫുഡൊക്കെ ഒന്ന് കൊടുക്കണം. കൊടുത്തിട്ട് ഇത്തിരി പണികൾ. അപ്പോഴത്തേക്ക് മോള് പോവും. മോളൊരു 10 മണിയാകുമ്പോഴേ പോവും. അപ്പോൾ അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിക്കുക ചെറുപ്പത്തിൽ പിള്ളേർ ചെറുപ്പമാകുമ്പോൾ പണികൾ വലുതാകുമ്പം കുറയുന്നു. ഇല്ല കേട്ടോ ഫ്രണ്ട്സ്. ചെറുപ്പത്തിലായ വഴികൾ ഇതുപോലെ അവർ ചെറുപ്പമാകുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോകണം, സ്കൂളിൽ വിടണം, ട്യൂഷന് വിടണം, അല്ലാതെ അവർക്ക് ഫുഡുകൾ വാരിക്കൊടുക്കണം, അവരെ കുളിപ്പിക്കണം, ഇങ്ങനെയൊക്കെയുള്ളത്. വലുതാവുമ്പോഴും വലുതാകുമ്പോൾ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചാൽ ഇരിക്കാൻ പറ്റൂല കേട്ടോ. വലുതാവുമ്പോൾ അങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റൂല. കാരണം വലുതാവുമ്പോഴും നമുക്ക് ടൈം കിട്ടൂല. അപ്പോൾ അതിൻ്റേതായ പണികൾ അല്ലേ? ശരിയല്ലേ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞത്? പിള്ളേർ ചെറുതായിരുന്നാലും നമുക്ക് ഒട്ടും ടൈമില്ല, വലുതായിരുന്നാലും നമുക്ക് ടൈമില്ല. സത്യമാണത്. ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ മോനുണ്ടല്ലോ കുപ്പികളൊക്കെ കുടിക്കുന്ന കുപ്പികൾ ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങളെല്ലാവരും വെള്ളം കൂടുതൽ കുടിക്കുന്നവരാണ്. ഞങ്ങളെ പെറ്റും വെള്ളം കൂടുതൽ കുടിക്കുന്നവർ. ബെഡിൽ നോക്കിയിരുന്നാൽ കുപ്പി കുടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പോകും കേട്ടോ. പോയി കഴിഞ്ഞാൽ എനിക്ക് ഡാഡിയും മോനും കുടിക്കുന്ന പോകുന്നിടത്തൊക്കെ ബോട്ടിൽ വെള്ളമായിട്ട് പോകും എല്ലാവരും. അപ്പോൾ ഇനി ബോട്ടിലൊക്കെ കഴുകി, ഇഷ്ടംപോലെ ബോട്ടിലുകൾ ഇതുപോലത്തെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി കഴുകി എന്നും ഞാൻ സോപ്പിട്ട് കഴുകും. സോപ്പിട്ട് ഒന്ന് എൻ്റെ വായൊക്കെ കഴുകണം. നമ്മൾ എന്നും വെള്ളം നിറക്കുമ്പോൾ വായൊക്കെ ഞാൻ ഡെയിലി കഴുകി, എൻ്റെ അടപ്പ് ഡെയിലി ഞാൻ കഴുകി 2 പ്രാവശ്യം കഴുകും കേട്ടോ. രാവിലെ നിറച്ച് വെക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ വൈകുന്നേരം തീരും. 20 ലിറ്റർ വെള്ളം ആവട്ടെ, വൈകുന്നേരം തീരും കേട്ടോ. പിന്നെയും ബോട്ടിലുകൾ കഴുകും, നിറച്ച് വെക്കും. കാരണം കറണ്ടായിട്ടോ ലൈനായിട്ടോ പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കേണ്ട വെള്ളം എപ്പോഴും വച്ചേക്കണ്ടേ. അപ്പോൾ അക്വാഗാർഡിൽ നിന്ന് നമ്മൾ വെള്ളം നിറച്ച് വെക്കും. മോനിങ്ങനെ വന്നിരിക്കുന്ന കേട്ടോ. എല്ലാവരും പോയതിൻ്റെ ഒരു വിഷമം. ചേച്ചി എണീക്കും, കുളിക്കും, അവളും പോകും. അവളെ റൂമിൽ 2-3 ബോട്ടിലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് കഴുകണം. ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണികൾ. അടുത്ത ബോട്ടിൽ ഇവിടെ ഇരിക്കൊണ്ട് അപ്പോൾ ഈ വെള്ളം കളഞ്ഞ് ഇങ്ങനെ ഓരോയിടത്തും അവരൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പണികളെല്ലാം. ബെഡ്ഷീറ്റ് വിരിക്കണം, എടുക്കണം. ഇതൊക്കെ വെച്ച് ഇവിടെ വെച്ച് കളിച്ചോട്ടെ. അപ്പം മമ്മി ഇച്ചിരി പണികളൊക്കെ ഉണ്ട് അടുക്കളയിലൊക്കെ കേട്ടോ. എന്നിട്ടൊക്കെ വരാം. ഇതിവിടെ ഇരുന്ന് കളിച്ചോ എൻ്റെ മോൻ കളിച്ചോട്ടോ. അവനതും വെച്ച് ഇനി കുറച്ച് നേരം കളിക്കുമ്പോൾ അവൻ്റെ ചോറ് തണുക്കും. പറ്റി തൈരും പഴവും കൂട്ടി കൊടുക്കണം അവന്. അവനിപ്പോൾ 3-4 ദിവസം അടുപ്പിച്ച് ചിക്കൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തൈരും പഴവും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇരുന്ന് കളിച്ചോ. ഇവിടെ കിടന്നോ പൊന്നെ, ഇവിടെ കിടന്നോ. തലകണി കിടന്നോ, എന്നാ പില്ലോയിൽ കിടന്നിട്ട് കളിച്ചോട്ടെ. മമ്മി വരാം. നമ്മുടെ പൊന്നല്ലേ, മമ്മി വരാം. അടുക്കളയിൽ വെച്ച് പാത്രങ്ങളൊക്കെ ദീപക്ക് വരുന്ന മുമ്പേ കുറച്ച് ദീപക്കിൻ്റെ കയ്യിൽ കൊടുക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ വെച്ച് അവന് കൊടുക്കാമെന്നുള്ള പാത്രങ്ങളിൽ കൊടുക്കുള്ളൂ കേട്ടോ. എല്ലാ പാത്രങ്ങളൊന്നും ഞാൻ ഇട്ട് കൊടുക്കില്ല. അപ്പോൾ ദീപക്ക് ഇന്ന് ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ പോയി, ഷുഗറൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ലേറ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ കാണുന്നുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ ഓടിയെത്തും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വരും കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് ഇന്നൊരു വീഡിയോ ഒക്കെ ഇന്നത്തൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ദിവസം ഞാൻ ചോറൊക്കെ കൊടുക്കുന്നത് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇവനെങ്ങനെ ഫുഡ് കൊടുക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ കാണിച്ചു തരാം. കാര്യം കഴിഞ്ഞു കേട്ടോ. തുടക്കാൻ വിളിച്ചപ്പോൾ അവൻ ഓടുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. പൊന്നു ഇവിടെ വന്നി പൊന്നോ. മുഖം പൊക്കി പിടിക്ക് നോക്കട്ടെ മാമ. മുഖമൊക്കെ പിടിക്കുക, താടി നോക്കട്ടെ. കൈയും കാലും തുടച്ച് കഴിഞ്ഞ് പല്ല് തേച്ച് മുഖം തുടക്കാൻ നേരത്ത് ഓടിക്കളഞ്ഞു കേട്ടോ. അപ്പം അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നോക്കട്ടെ പൊന്നു നോക്കട്ടെ. മുഖം പിടിച്ച് ഇങ്ങനെ പിച്ചേ നോക്കട്ടെ. പല്ല് നോക്കട്ടെ മാമ, പല്ല് നോക്കട്ടെ. ഈ കള പല്ല് നോക്കട്ടെ.
ഉഠോ ഉഠോ ഉഠോ. ഓ എണീറ്റിരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ, എണീറ്റിരിക്കുന്നതാണ് ഈ കാണുന്നത്. പൗഡറൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അവൻ്റെ കാര്യം കഴിഞ്ഞു കേട്ടോ. ഒരു കൊച്ചിനെ നോക്കുന്ന പോലെ ഇവനെ നോക്കണമെങ്കിൽ കേട്ടോ. ഓ കളിക്കരുത്. കയറി പൗഡർ ഇട്ടുതരാം മാമ. കയറിയേ. ആ ദേ തുണികൾ അലക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. തുണികൾ വിരിക്കണം, തുണിയൊക്കെ ഒന്ന് വിരിക്കണം. ഇവനെല്ലാം ചെയ്ത് കൊടുത്തിട്ട് വേണം വിരിക്കാനും എല്ലാം ചെയ്യാനായിട്ടോ. ആ കളിച്ചോ മമ്മി. പൗഡറൊക്കെ ഇട്ട് കളിക്ക് പൊന്നാ. പൗഡറൊക്കെ ഇടട്ടെ പൊന്നാ. ദേ പൗഡറൊക്കെ ഇടട്ടെ മമ്മ. കാതിലൊക്കെ നോക്കട്ടെ, കാതിലൊക്കെ. ഞാനപ്പോൾ ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് അപ്പോൾ ഫ്രണ്ട്സ് ദേ പൗഡറൊക്കെ ഇട്ട് എല്ലാം സുന്ദര കുട്ടപ്പനാക്കി. എല്ലാം സുന്ദര കുട്ടപ്പൻ ഇപ്പോൾ സുന്ദരനായി. നീ തറയിലൊക്കെ ചെന്ന് കിടക്കൂലേ, അപ്പോൾ കൊതുക് അടിക്കുന്നതാണ് പൊന്നോ. ചെറിയ ചാവാലി കൊതുകുകളുണ്ട് കേട്ടോ. ആ ജനൽ വഴി പറന്ന് വരും. അപ്പുറത്തൊക്കെ ഫ്ലാറ്റ് കെട്ടുന്നതല്ലേ. ഇവൻ ആ തറയിൽ കിടക്കുമ്പോൾ അവനെ കടിച്ചിട്ടും പോവും. ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ബാറ്റിൽ അടിച്ച് കൊല്ലും കേട്ടോ. പിള്ള പാവം. ബാ ഒരു ഹായ് കൊടുത്തേ എല്ലാവർക്കും. ഈ ഓണമൊക്കെ അടുത്ത് വരും. നമുക്ക് കൽക്കട്ടയിൽ ഓണമൊന്നും ഇല്ലാത്തതാ. എല്ലാവർക്കും അവിടെ ഓണമുണ്ട്. ഒരു ഹായ് കൊടുത്തേ പൊന്നു. എണീറ്റിരുന്നിട്ട് കൊടുക്കുക. ഇങ്ങനെ കൊടുത്താൽ മര്യാദയാണോ മോനെ? എണീറ്റിരുന്നിട്ട് എല്ലാവർക്കും ഒരു ഹായ് ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്തേ പൊന്നു. അമ്മയുടെ പൊന്നല്ലേ പൊന്നു, അമ്മയുടെ തക്കരയല്ലേ പൊന്നു. ഗുഡ് ബോയ് സുന്ദര മോനല്ലേ. നമുക്ക് മുകളിൽ തുണി വിരിക്കാൻ പോകണം. പെട്ടെന്ന് ആട്ടെ ഒന്ന് കൊടുത്തേ. ഒരു ഹായ് ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്തേ എല്ലാവർക്കും പൊന്നു. കൊടുത്തേ. ഈ കൈ കൊണ്ട് കൊടുത്തേ പൊന്നു. ഹായ്. ദേഷ്യത്തിൽ തരുന്നു കേട്ടോ കള്ളക്കുട്ടൻ. ഇത് കണ്ടോ, ഇതാണ് ഇവൻ്റെ ഒരു കള്ളക്കുട്ടനാണ്. കള്ളക്കുട്ടൻ മമ്മിയുടെ കള്ളക്കുട്ടൻ. അതേ വയറൊക്കെ കാണിച്ചു തരണേണ്ട. ചീച്ചി വയറൊക്കെ കാണിച്ചു തരണുണ്ടോ? കള്ളക്കുട്ടൻ വയറൊക്കെ കാണിച്ചു തരണുണ്ടോ? കണ്ടോ? ഓ പൗഡർ പോയി മൂക്കില. ഒന്നും കൂടെ ഒരു ഹൈ കൊടുത്തേ മമ്മി. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ഒന്നും കൂടെ ഒരു ഹൈ കൊടുത്തേ. അപ്പോൾ മോൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. മോൻ ഗുഡ് ബോയ് ആണ് ഫ്രണ്ട്. അവൻ ഹൈ ഒക്കെ തരും കേട്ടോ. ബുള്ളറ്റ് അല്ല, ഹായ്. ഈ കൈ കൊണ്ട് കൊടുത്തേ പൊന്നോ. ഈ കൈ കൊണ്ട് കൊടുത്തേ, പൊക്കി കൊടുത്തേ. ഹായ്. എങ്ങനെയാണ് ഹായ് ഗുഡ് മോർണിംഗ്? മോനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒന്ന് ഹായ് കൊടുത്തേ പൊന്നോ. അമ്മയുടെ പൊന്നല്ലേടാ. ബുള്ളറ്റ് കൊടുക്കട്ടെ. ഹായ്. ബുള്ളറ്റിനോട് കൊടുക്കട്ടെ എന്ന് പറയട്ടെ മാമ. കാളുവിനോട് കൊടുക്കട്ടെ എന്ന് പറയട്ടെ. കാലു ഹായ് കൊടുത്തേ എല്ലാവർക്കും. മോൻ കൊടുത്തേ. സ്കൂബു ആണ് ഗുഡ് ബോയ്. സ്കൂബു ഗുഡ് ബോയ് ആണ്. സ്കൂബി ഗുഡ് ബോയ് ആണ്. മമ്മിയുടെ ചേല്, മാമ ചേല്. എന്നാ എടി മമ്മയുടെ പൊന്ന് കൊടുത്തു കൊടുക്കണ്ണ. മമ്മി പിണങ്ങി നോക്കണ്ട, കണ്ണൊന്ന് പൊക്കി നോക്കണം പിണങ്ങിന്ന് പറഞ്ഞപ്പോൾ. ഒന്ന് കൊടുത്തേ. ഹായ്. ഇപ്പുറത്തെ കൈ കണ്ട് ഹായ്. ഗുഡ് മോർണിംഗ്. ഗുഡ് ബോയ്. അപ്പോൾ എല്ലാവർക്കും കൊച്ച് ഹായും ഗുഡ് മോർണിംഗ് തന്നു. അപ്പോൾ കൊച്ച് ഞാനിപ്പം മുകളിൽ ഒന്ന് തുണി വിരിക്കാൻ പോകും. എൻ്റെ കൂടെ വരും കേട്ടോ. ചേച്ചി ഇന്ന് പോയിട്ടില്ല. ചേച്ചി ഉണ്ട്. ചേച്ചി എണീക്കുമ്പോൾ എന്നാ ഇതുകൊണ്ട് കളിച്ചോ പൊന്നു. മമ്മി തുണി വിരിച്ചിട്ട് വരുമോ? മമ്മിയുടെ കൂടെ വരണ്ട. മമ്മി ഇപ്പം തുടച്ചെടുത്തല്ലേ പൊന്നോ. മോളി വരുമ്പോൾ പിന്നെയും കാല് കൈയൊക്കെ ചീത്തയാവും. പിന്നെയും തുടക്കണം. മമ്മി 1000 പ്രാവശ്യം മോനെ തുടച്ചെടുക്കണം. അമ്മയുടെ പൊന്നേടി. എന്നാ പിടിച്ചോ. ഓഹോ കണ്ടോ പൊക്കം കണ്ടോ പൊങ്ങിയെടുക്കുന്നത്. വീഴും. ക്യാച്ച് അവിടെ ഇരുന്നേ. ക്യാച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. എപ്പോഴും എനിക്ക് തൊടാൻ ഡാഡിക്കൊക്കെ തൊടാം. വേറെ ആർക്കും, ചേച്ചിക്കും തൊടാൻ, ചേട്ടനും തൊടാം. വേറെ ആർക്കും തൊടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടൊക്കെ വന്നാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം.
അതുവരേക്ക് ബൈ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുവരേക്ക് ബൈ.